ഹൈഫയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. പുസ്തകം ആയതുനില ഹൈഫ എന്ന ഖസാൻ കനഫാനിയുടെ പുസ്തകത്തിന്റെ പരിഭാഷയാണ്. ഖസാൻ കനഫാനിയെ നമുക്കറിയാം, 1972കളിൽ ഒരു കാർ ബോംബ് സ്ഫോടനത്തിലൂടെ മൊസാദ് കൊലപ്പെടുത്തിയ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത റിജാലുൻ ഫി ഷംസ് എന്നൊരു പുസ്തകമുണ്ട്. ബുക്ക് പ്ലസ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഹൈഫയിലേക്ക് തിരിച്ചു പോകുന്നവർ എന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തിലെ കഥ വരുന്നത് 948കളിലെ ഒന്നാം നഖ്ബയിൽ വീട് വിട്ടോടി ഇറങ്ങിപ്പോവേണ്ട സാഹചര്യം വന്ന ഫലസ്തീൻ കുടുംബം യാത്രക്കിടയിൽ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊണ്ടുപോയാൽ ആ കുഞ്ഞിന് വല്ല അപായവും വന്നു പോകുമോ എന്നുള്ള ആശങ്കയിൽ അവർ ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചാണ് സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. 10-30 വർഷങ്ങൾക്ക് ശേഷം ഹൈഫയിലേക്ക് അവർ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്ത് അവർ അന്വേഷിച്ച് പോകുന്നത് തൊട്ടിലിൽ കിടത്തിയിറക്കി പോയ ആ കുഞ്ഞിനെ അന്വേഷിച്ചാണ്. ചെന്ന് നോക്കുമ്പോൾ ഏതോ ഒരു കുടുംബം ആ വീട്ടിൽ താമസമാക്കിയിട്ടുണ്ട്. ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ കുഞ്ഞെവിടെയെന്ന്. ആ കുഞ്ഞിനെ അവർ വീട്ടിൽ കാത്തിരിക്കുന്ന സമയത്ത് കയറി വരുന്നത് IDFന്റെ ഒരു പട്ടാളക്കാരനാണ്. അത് ഇവരുടെ മകനായിരുന്നു. പക്ഷേ ആ മകന് സ്വന്തം അമ്മയും അച്ഛനെയും തിരിച്ചറിയാൻ പറ്റാത്ത വിധം കാലങ്ങൾ അവനെ മായ്ച്ചു കളഞ്ഞിരുന്നു, അവൻ്റെ ഓർമ്മകളും കാര്യങ്ങളും. ഇന്ന് അവൻ കൊന്നുകൊണ്ടിരിക്കുന്നത്, അവൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ്റെ സ്വന്തം സഹോദരങ്ങൾക്ക് നേരെയാണ് എന്നുള്ള വലിയൊരു മെസ്സേജ് ഖസാൻ കനഫാനി തൻ്റെ ആയതുനില ഹൈഫ എന്ന ഹൈഫയിലേക്ക് തിരിച്ചു പോകുന്നവർ എന്ന ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. ഹൈഫയിലെ ചരിത്രവും ഹൈഫയിലെ ഫലസ്തീനിലെ ജീവിതവും എന്നും എഴുത്തിലും ചർച്ചകളിലും എത്തിജ്വലിക്കട്ടെ, അവരുടെ പോരാട്ടങ്ങൾക്ക് വിജയം നേടട്ടെ എന്ന് ഈ വായനയിലൂടെ എനിക്ക് തോന്നിപ്പോകുന്നു.